കഥകളുടെ മാന്ത്രിക ലോകത്തിനായി കഥാപ്രപഞ്ചം. നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു വലിയ കാട്. അവിടെ മരങ്ങൾക്കിടയിൽ കാണുന്നതാണ് ഡിങ്കന്റെ ഗുഹ. ആരുമില്ലാത്ത സമയം നോക്കി കുട്ടൂസനും ഡാക്കിനിയും വിക്രമനും മുത്തുവും കൂടി അവിടെ കടന്നു കയറി ഡിങ്കന്റെ അത്ഭുത വജ്രം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഈ രത്നം കിട്ടിയാൽ ഈ കാട് മുഴുവൻ ഇനി എന്റേതാകും, കുട്ടൂസൻ ഗമയിൽ പറഞ്ഞു. വന്ന വഴിയിൽ അവർ രാജുവിനെയും രാധയെയും കൂടി കെണിയിൽപ്പെടുത്തിയിരുന്നു. പാവം രാജുവിനെയും രാധയെയും ഒരു മാന്ത്രിക വലയ്ക്കുള്ളിൽ കുടുക്കിയിട്ടിരിക്കുകയാണ് കുട്ടൂസൻ. പേടിക്കണ്ട രാധേ, നമ്മളെ രക്ഷിക്കാൻ മായാവി വരും, രാജു ധൈര്യം കൊടുത്തു. പക്ഷെ പാവം രാധ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് ദാ ഒരു ചുവന്ന മിന്നൽ പോലെ ഒരാൾ കാട്ടിലൂടെ പറന്നു വന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഡിങ്കൻ. വിക്രമനും മുത്തുവും ഡിങ്കനെ പിടിക്കാൻ നോക്കി. പക്ഷെ ഡിങ്കൻ അടിച്ചവരെ തോൽപ്പിച്ചു കളഞ്ഞു. ശക്തി മാത്രം പോരാ. എന്നിട്ട് നേരെ കുട്ടൂസന്റെ മുന്നിൽ വന്നിറങ്ങി. എന്റെ വജ്രം, ഡിങ്കൻ ഗർജിച്ചു. ഇതിനിടയിൽ ഉട്ടാപ്പിയും വെറുതെ ഇരുന്നില്ല. ഡിങ്കന്റെ ശക്തി പ്രകടനത്തിനു മുന്നിൽ അവനും തോറ്റുപോയി. പിന്നീട് ഡാക്കിനി അമ്മൂമ്മയും ഡിങ്കൻ പറത്തി. അപ്പോഴാണ് തോക്കും തൂക്കി പേടിച്ച് ശിക്കാരി ശംഭു അവിടെ എത്തിയത്. ആരോ ഓടുന്ന ഒച്ച കേട്ട് ശംഭു പേടിച്ചൊരു വെടി വെച്ചതേ ഓർമ്മയുള്ളൂ. അതുപോയി കൊണ്ടത് ഒരു വലിയ തേനീച്ച കൂട്ടൽ. പിന്നെ പറയണോ, തേനീച്ചകൾ വില്ലന്മാരെ പൊതിഞ്ഞു. അയ്യോ, ഓടിക്കോ, വെള്ളത്തിൽ ചാടിക്കോ എന്ന് നിലവിളിച്ച് ഡാക്കിനിയും സംഘവും അടുത്തുള്ള കുളത്തിലേക്ക് ഠിം എന്ന് ചാടി. ഇതിനിടെ കുട്ടൂസൻ ദേഷ്യത്തിൽ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പുക പോലെ മായാവി പ്രത്യക്ഷപ്പെട്ടത്. നിർത്തൂ കുട്ടൂസൻ, ഇത് ശരിയല്ല, മായാവി പറഞ്ഞു. മായാവിയെ കണ്ടതോടെ കുട്ടൂസൻ കാട്ടിലേക്ക് വജ്രവുമായി ഓടിമറഞ്ഞു. പക്ഷേ ഡിങ്കൻ വിട്ടില്ല. ഡിങ്കൻ പുറകെ പറന്നു ചെന്ന് കുട്ടൂസന്റെ കയ്യിൽ നിന്നും വജ്രം വാങ്ങിയെടുത്തു. പെട്ടെന്ന് കുട്ടൂസൻ പുക പോലെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതിനിടെ മായാവി രാജുവിനെയും രാധയെയും മാന്ത്രിക വലയിൽ നിന്ന് രക്ഷിച്ചു. നന്ദി ഡിങ്കച്ചേത്ത, നന്ദി മായാവി, രാജുവും രാധയും സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രം, നമുക്കിനിയും ഒരുപാട് സാഹസങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനിടെ താൻ വെടിപൊട്ടിച്ചതുകൊണ്ടാണ് എല്ലാം ശരിയായത് എന്ന അഭിമാനത്തിൽ ശിക്കാരി ശംഭുവും സന്തോഷിച്ചു. ഡിങ്കൻ തന്റെ വജ്രം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ കാട് വീണ്ടും പൂർവാധികം ശാന്തമായി. കുട്ടൂസൻ ഡാക്കിനിയും കൂട്ടരും കൂടി ഡിങ്കന്റെ വജ്രം കവർന്നെടുത്തു. രാജുവിനെയും രാധയെയും കെണിയിലാക്കി അവരെ രക്ഷിക്കാൻ ഡിങ്കൻ പറന്നെത്തി. ശിക്കാരി ശംഭു വെടിപൊട്ടിച്ചപ്പോൾ തേനീച്ചകൾ വില്ലന്മാരെ പൊതിഞ്ഞു. മായാവിയും വന്നു, വജ്രം തിരികെ കിട്ടി. കാട്ടിൽ വീണ്ടും സന്തോഷം. ജയ് ഡിങ്കൻ! പക്ഷെ പുതിയ കഥകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ IQ Lab കഥാപ്രപഞ്ചം.